പശ്ചിമേഷ്യ കലുഷിതമായ സാഹചര്യത്തിൽ രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി ഒഴിവാക്കാൻ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ പകുതിയോളം ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചതോടെ ലോകത്തിന്റെ 20% ക്രൂഡ് ഓയിൽ ഗതാഗതം നടക്കുന്ന ഹോർമുസ് ഇടനാഴി നിശ്ചലമായിട്ടുണ്ട്. മാർച്ച് 1 ഇന്ത്യയിലേക്കുള്ള ഒരൊറ്റ കപ്പലുകൾ പോലും ഹോർമുസ് ഇടനാഴിയിലൂടെ കടന്നുപോയിട്ടില്ല എന്ന് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ കെപ്ലറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ക്രൂഡ് ടാങ്കറുകൾ ഇടനാഴിയിൽ പ്രവേശിക്കാതെ UAEക്ക് അടുത്ത് പോർട്ട് ഓഫ് ഹുജൈറയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 27 1.9 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ് ഹോർമുസ് ഇടനാഴിയിലൂടെ കടന്നുപോയത്. ഫെബ്രുവരി 28 ചരക്ക് ഗതാഗതം 1.8 കോടി ബാരലായി കുറഞ്ഞു. മാർച്ച് 1 യൂറോപ്പിലേക്കുള്ള ഒരു വലിയ ടാങ്കർ മാത്രമാണ് ഇതുവഴി കടന്നുപോയിട്ടുള്ളത്. ഇറാഖ്, സൗദി, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ പ്രധാനമായും ഹോർമുസ് വഴിയാണ് വരുന്നത്. എണ്ണയ്ക്കൊപ്പം LPG ഇറക്കുമതിക്കും ഈ പാതയാണ് ആശ്രയം. LPGക്ക് മറ്റു കേന്ദ്രങ്ങൾ ആശ്രയിക്കാനില്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട്. ഹോർമുസിലൂടെ കടന്നുപോയ 6 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് യൂറോപ്പിൽ വാതക വില കുതിച്ചുയരുകയുമാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ആണ് പ്രഖ്യാപിച്ചത്. ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും തകർക്കുമെന്ന് IRGC കമാൻഡർ ഇൻ ചീഫിന്റെ സീനിയർ അഡ്വൈസറായ ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ജബാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളിയിട്ടുമുണ്ട്. ജലപാത ഇപ്പോഴും തുറന്നു തന്നെയാണെന്നും കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്നുമാണ് അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിന് ബദലായി സൗദി അറേബ്യയും UAEയും പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണ കയറ്റുമതിക്കും ഈ ജലപാതയല്ലാതെ മറ്റ് സുരക്ഷിത മാർഗങ്ങളില്ല എന്നതാണ് വാസ്തവം. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലുടനീളം ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലാണ് ഹോർമുസ് കടലിടുക്കും പ്രശ്നബാധിതമായി തുടരുന്നത്. 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായും മൂന്നാമതൊരു കപ്പലിന് തൊട്ടടുത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വസ്തു പൊട്ടിത്തെറിച്ചതുമായാണ് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ വിശദമാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതോടെ എണ്ണവില കുതിച്ചുയരാനാണ് സാധ്യത. ഇറാന് മേലുള്ള ഏറ്റവും വലിയ ആക്രമണം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയും 6 അറബ് രാജ്യങ്ങളും അതായത് ബഹ്റിൻ, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAEയും ചേർന്ന് തിങ്കളാഴ്ച സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. ഇറാന്റെ നടപടി നഗ്നമായ നിയമലംഘനമാണെന്നും ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കം മേഖലയിലെ സമാധാനം തകർക്കുന്നതാണെന്നും ഇവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇറാന് നേരെയുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് ഭീഷണിയാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ്. മുന്നറിയിപ്പുകളെ എല്ലാം ഇറാൻ അവഗണിച്ചുവെന്നും ഇനിയും സൈനിക നടപടി തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ലോക സുരക്ഷയ്ക്കായാണ് ഇറാനെ ആക്രമിച്ചത്. ബലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയ്ക്ക് ഭീഷണിയുമാണ്. എത്ര കാലം വേണമെങ്കിലും യുദ്ധം തുടരാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും ഇറാൻ നാവികസേനയുടെ 10 കപ്പലുകളാണ് അമേരിക്ക തകർത്തതെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.